മോർണിംഗ് എവരിവൺ, പ്രൈസ് ഗോഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ ദൈവത്തെ തേടി ചെന്നതല്ല, നമ്മളെ തേടിയെത്തിയതാണ്. നമ്മൾ പാപത്തിലായിരുന്ന സമയത്ത് നമ്മളെ തേടിയെത്തിയതാണ്, അല്ലെ? നമ്മളെ ഈ ലോകത്തു നിന്ന് തിരഞ്ഞെടുത്ത ഒരു റോയൽ പ്രീസ്റ്റ്ഹുഡ്, ഹോളി നേഷൻ ആക്കുന്നു, അവന്റെ പ്രത്യേക ജനമാക്കുന്നതിന് വേണ്ടി, അവൻ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ആൾക്കാരാക്കുന്നതിന് വേണ്ടി നമ്മളെ തേടിയെത്തിയ ദൈവമാണ് യേശു ക്രിസ്തു. സ്വന്തം രക്തം കൊടുത്താണ് നമ്മൾ വീണ്ടെടുത്തിരിക്കുന്നത്. ആ ദൈവത്തെ ഒരു കാലത്തും നമ്മൾ എങ്ങും വെച്ച് മറന്നു പോകാതിരിക്കാം. നമ്മൾ എത്രമാത്രം ഉയരത്തിൽ എത്തിയെന്ന് പറഞ്ഞാലും, എത്രമാത്രം പണം കിട്ടിയെന്ന് പറഞ്ഞാലും, എത്രമാത്രം പദവികൾ കിട്ടിയെന്ന് പറഞ്ഞാലും, അല്ലെ, നമ്മളെ വീണ്ടെടുത്ത രക്തത്തെ ഒരിക്കലും തള്ളിക്കളയാതിരിക്കുക. അങ്ങനെ തള്ളിക്കളയുന്നവർക്ക് വേണ്ടി പിന്നെ ഒരു ബലി മിച്ചമില്ലെന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും ഒരിക്കൽ പോലും മറക്കാതിരിക്കുക, അല്ലെ? നമ്മളെ തിരഞ്ഞെടുത്ത് നമ്മളൊരു ഹോളി നേഷനാക്കി തീർത്തിരിക്കുന്നു. അവന്റെ ഇൻഹെറിറ്റൻസ് ആക്കി മാറ്റിയിരിക്കുന്നു, അല്ലെ? ദൈവത്തിന്റെ എന്താ പറഞ്ഞ പ്രത്യേക ആലയമാക്കി, അല്ലെ, നമ്മളെ തീർത്തിരിക്കുകയാണ്. ക്രിയേറ്റർ ഗോഡ്, ഹോളി സ്പിരിറ്റ് ഗോഡ് ഇന്ന് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. അതിനുള്ള അവസരം ഒരുക്കിയ ദൈവം, അതിനുള്ള കഴിവ് നമുക്ക് തന്ന ദൈവം, അതിനുള്ള പ്യൂരിറ്റി, അല്ലെ, അതിനുള്ള എന്താ പറയുക നന്മ നമുക്ക് തന്ന ദൈവം, അതിനുള്ള നമ്മൾ അതിനുവേണ്ടി ക്ലെൻസ് ചെയ്ത് നമ്മളെ പ്യൂരിറ്റി ഉള്ളവരാക്കി തീർത്തത്, അല്ലെ? നമ്മളുടെ റൈച്ചസ്നെസ് ഒന്നിനും കൊള്ളാത്തതായിരുന്നപ്പോൾ അതെല്ലാം കളഞ്ഞിട്ട് നമുക്ക് അവന്റെ റൈച്ചസ്നെസ് തന്നത് യേശു ക്രിസ്തു, അല്ലെ? അപ്പൊ ദൈവത്തെ നമുക്ക് ഒരിക്കൽ പോലും നമുക്ക് മറക്കാതിരിക്കാം. സങ്കീർത്തനക്കാരൻ ഡേവിഡ് പറഞ്ഞ പോലെ, അല്ലെ, ഒരിക്കൽ പോലും നമുക്ക് അവനെ മറക്കാതിരിക്കാം. അവൻ ചെയ്തിരിക്കുന്ന നന്മകളെ ഒരിക്കൽ പോലും മറക്കാതിരിക്കുക, അല്ലെ? നമ്മുടെ മനം, നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലെ അല്ലെ, നമ്മുടെ ആത്മാവും നമ്മുടെ പ്രാണനും, അല്ലെ, നമുക്കുള്ളതെല്ലാം, നമ്മുടെ ഉള്ളിലുള്ള മനസ്സും ഹൃദയവുമെല്ലാം അവനെ വാഴ്ത്തട്ടെ. കാരണം അത്ര അധികം നമുക്ക് വേണ്ടി അവൻ ചെയ്തിരിക്കുന്നു. അതാണ് ഇന്നത്തെ ടോപ്പിക്ക്. മുമ്പോട്ട് പോകുന്നു. പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചതിന് ശേഷം സംസാരിക്കും. കർത്താവ് സമയത്ത് നന്ദി പറയുന്നു. കർത്താവെ, ഒന്നിനും കൊള്ളായിരുന്ന ആൾക്കാരെ റോയൽ പ്രീസ്റ്റ്ഹുഡും ഹോളി നേഷനുമാക്കി മാറ്റിയതിനായിട്ട് നന്ദി പറയുന്നു. കർത്താവ്, ഞങ്ങൾക്കൊന്നും ഉണ്ടായിരുന്നില്ല കർത്താവ്, ഞങ്ങൾ വീണു പോയവരായിരുന്നു, ഞങ്ങൾ പാപികളായിരുന്നു. പക്ഷെ ഈ പാപികളെ തിരക്കി വന്നവനാ കർത്താവ് അങ്ങ്. കർത്താവ് ലോർഡ് ഫാദർ, ഈ ലോകത്തിലേക്ക് കർത്താവ് ഞങ്ങളെ ജഡ്ജ് ചെയ്യുന്നതിന് വേണ്ടി, ഞങ്ങളെ ന്യായം വിധിക്കുന്നതിന് വേണ്ടിയല്ല വന്ന്, ഞങ്ങളെ സ്നേഹിക്കുന്നതിന് വേണ്ടി, ഞങ്ങളെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി, ഞങ്ങൾക്ക് ജീവിതം തരുന്നതിന് വേണ്ടി വന്ന ദൈവം. താങ്ക് യു ജീസസ്. അങ്ങനെയുള്ള ദൈവത്തെ ഒരിക്കൽ പോലും മറന്നു പോകാതിരിക്കട്ടെ കർത്താവെ. ഞങ്ങൾ എങ്ങനെയുള്ളവരായിരുന്നു എന്നും ഇന്ന് ഞങ്ങൾ ആരാക്കിയിരിക്കുന്നു എന്നും അതെങ്ങനെയാണ് സാധിച്ചതെന്നുള്ള കാര്യം കർത്താവ് ഞങ്ങൾ ഒരിക്കൽ പോലും മറന്നു പോകാതിരിക്കട്ടെ. അങ്ങനെ എപ്പോഴും വാഴ്ത്താനും കർത്താവ് സകല മഹത്വവും അങ്ങയുടെ പേരിന് മാത്രം തരാനും കർത്താവ് ഞങ്ങൾക്കൊരു മഹത്വം എടുക്കാതിരിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണം അപേക്ഷിക്കുന്നു. യേശു നാമത്തിനാമേ. ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ മുദ്രയിട്ട് ഞാൻ നന്ദി പറയുന്നു. പിതാവേ, അങ്ങയുടെ സ്നേഹത്തിന് നന്ദി പറയുന്നു. ഇന്ന് ഞങ്ങളോട് സംസാരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇന്ന് ഞങ്ങൾ വചനം വായിക്കുമ്പോൾ ഞങ്ങളോട് സംസാരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. യേശുവിന്റെ നാമത്തിനാമേ. ഡ്യൂട്രോണമിയിലേക്ക് പോകാം. ആവർത്തന പുസ്തകം അതിന്റെ 7ാമത്തെ ചാപ്റ്ററിലേക്ക് പോകാം. ഇതിങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. 7ാമത്തെ ചാപ്റ്ററിന്റെ 6 തൊട്ട് 9 വരെയുള്ള വാക്യങ്ങൾ. ആവർത്തന പുസ്തകം അല്ലെങ്കിൽ ഡ്യൂട്രോണമിന്റെ 7ാമത്തെ ചാപ്റ്ററിന്റെ 6 തൊട്ട് 9 വരെയുള്ള വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനം ആകുന്നു. ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് നിന്നെ തനിക്ക് സ്വന്തം ജനമാക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുത്തിരിക്കുന്നു. നിങ്ങൾ സംഖ്യയിൽ സകല ജാതികളെക്കാളും പെരുമയുള്ളവരായതുകൊണ്ടല്ല യഹോവ നിങ്ങളെ പ്രിയപ്പെട്ട് തിരഞ്ഞെടുത്തത്. നിങ്ങൾ സകല ജാതികളെക്കാളും കുറഞ്ഞവരല്ലോ ആയിരുന്നത്. യഹോവ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടും നിങ്ങളുടെ പിതാക്കന്മാരോട് താൻ ചെയ്ത സത്യം പാലിക്കുന്നത് കൊണ്ടും അത്രേ യഹോവ നിങ്ങളെ ബലമുള്ള കൈയാൽ പുറപ്പെടുവിച്ച് അടിമ വീടായ മിസ്രയീമിലെ രാജാവായ ഫറവോന്റെ കയ്യിൽ നിന്ന് വീണ്ടെടുത്തത്. ആകിയാൽ നിന്റെ ദൈവമായ യഹോവ തന്നെ ദൈവം, അവൻ തന്നെ സത്യദൈവം എന്ന് നീ അറിയണം. അവൻ തന്നെ സ്നേഹിച്ചു തന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ നിയമവും ദയവും പാലിക്കുന്നു. അപ്പൊ നമുക്കറിയാം ഡ്യൂട്രോണമി അല്ലെങ്കിൽ ആവർത്തന പുസ്തകം എന്ന് പറയുമ്പോൾ മോസസിന്റെ മരണത്തോടടുത്ത സമയത്ത് മോസസ് അതുവരെയുള്ള കാര്യങ്ങളെ പറ്റി അവരോട് ആവർത്തിച്ചു പറയുന്ന ഒരു ബുക്കാണ്, അല്ലെ, ആവർത്തന പുസ്തകം. ഈ ആവർത്തന പുസ്തകത്തിൽ നിന്ന് യേശു ക്രിസ്തു ഒരുപാട് കോട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെ? യേശു ഒരുപാട് ഉപയോഗിച്ച വാക്കുകൾ ഉപയോഗിച്ച ഒരു ബുക്കാണ് ആവർത്തന പുസ്തകം. അതുപോലെ തന്നെ ഐസയാക്കകത്ത്, യെശയ്യാവിന്റെ അകത്ത് യേശു കോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ നമുക്കറിയാം യേശുവിന്റെ ബാപ്റ്റിസം കഴിഞ്ഞിട്ട്
എന്താ പറഞ്ഞെ, വിൽഡർനെസ്സിലേക്ക് അല്ലെ, മരുഭൂമിയിലേക്ക് ഹോളി സ്പിരിറ്റിനാൽ നയിക്കപ്പെട്ട് അവിടെ 40 രാവും 40 പകലും ഫാസ്റ്റിംഗ് ആൻഡ് പ്രയറും എടുത്തതിന് ശേഷം യേശുവിന് വിശന്നു. അപ്പൊ ആ സമയത്ത് ടെംപ്റ്റർ അല്ലെ, പ്രലോഭിക്കുന്നതിന് വേണ്ടി സേറ്റൻ വരുന്നു. അപ്പൊ സേറ്റനോട് എതിർത്ത് നിൽക്കാൻ വേണ്ടി യേശു ക്രിസ്തു ഉപയോഗിച്ച വാക്കുകളെല്ലാം ഡ്യൂട്ടറോണമിക്കകത്തുനിന്നാണ്. അല്ലെ, അപ്പൊ എന്താ പറയുക, മനുഷ്യര് ബ്രെഡ് കൊണ്ട് മാത്രം, അപ്പം കൊണ്ട് മാത്രം ജീവിക്കത്തില്ല, പിതാവിന്റെ വായിൽ നിന്ന്, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനം കൊണ്ട് അല്ലെ ജീവിക്കുന്നൊക്കെ പറഞ്ഞതൊക്കെ അതെല്ലാം ഡ്യൂട്ടറോണമിക്കകത്തുനിന്ന്, ആവർത്തന പുസ്തകത്തിനകത്തുനിന്ന് എടുത്തിട്ടുള്ള വാക്കുകളാണ്. അപ്പൊ ഇവിടെ മോസസ് ഇസ്രായേൽ മക്കളോട് പറയുകയാണ്, ദൈവം അല്ലെ, നിന്റെ യഹോവയായ ദൈവം നിന്നെ ഒരു വിശുദ്ധ ജനം ആക്കുന്നതിന് വേണ്ടി അല്ലെ, എന്ന് വെച്ചാൽ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ മക്കൾ വിശുദ്ധ ജനമാകുന്നു അല്ലെ. ഭൂതലത്തിലുള്ള സകല ജാതികളെയും വെച്ച് നിന്നെ തന്റെ സ്വന്തം ജനമാക്കേണ്ടത് ദൈവമായ യഹോവ തിരഞ്ഞെടുത്തിരിക്കുന്നു അല്ലെ. തന്റെ സ്വന്തം ആക്കുന്നതിന് വേണ്ടിയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് അല്ലെ. അപ്പോ നമ്മൾ വിചാരിക്കും, എബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം എബ്രഹാമിനോട് ദൈവം പറഞ്ഞു, എബ്രഹാമിന്റെ പാമ്പലിൽ നിന്ന് ചാർച്ചക്കാരെ എല്ലാം വിട്ടിട്ട്, പിതാവിന്റെ ഭവനത്തെ എല്ലാം വിട്ട്, ഉള്ളതെല്ലാം വിട്ടിട്ട് ഇറങ്ങി വരാൻ പറഞ്ഞു. അങ്ങനെ ഇറങ്ങി വന്ന ശേഷം എബ്രഹാമിനെ സ്വീകരിച്ച പോലെ എബ്രഹാമിന്റെ മക്കളെല്ലാം സ്വീകരിച്ച് അവരെ ഒരു സ്പെഷ്യലാക്കി, ഇങ്ങനെ ഒരു സ്പെഷ്യൽ ജനമാക്കി വെച്ചിരിക്കുക. മറ്റുള്ളവരോട് ഒന്നും സ്നേഹമില്ലാഞ്ഞിട്ടായിരിക്കുമല്ലോ അല്ലെ, മറ്റുള്ളവരെ ആരും വിളിക്കാഞ്ഞിട്ടില്ല, എബ്രഹാമിനെ വിളിച്ചതുപോലെ വിളിക്കാഞ്ഞിട്ടായിരിക്കുമല്ലോ അല്ലെ. അപ്പോ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, ദൈവം മറ്റുള്ളവരെയും വിളിച്ചിട്ടുണ്ടായിരിക്കാം. ദൈവം ഹൃദയം കാണുന്നവനാണ് അല്ലെ, ദൈവം ഹൃദയം കാണുന്നവനാണ് അല്ലെ. അപ്പൊ നമുക്കറിയാം, നോവേന്റെ കാര്യം ഒന്ന് ഓർത്തു നോക്കി. ആ നോവേന്റെ സമയത്ത് കോടാനുകോടികൾ ഉണ്ടായിരുന്ന മനുഷ്യരുടെ ഇടയിൽ നിന്ന് രക്ഷിക്കപ്പെട്ട 8 പേരാന്ന് വിചാരിച്ചു. 8 പേരെന്ന് പറയുമ്പോൾ നോവയോട് കൂട്ടി, നോവ നല്ലവനായിട്ട് നടന്നുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ നോവേന്റെ മക്കളും എല്ലാവരും രക്ഷിക്കപ്പെട്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നോവേന്റെ മക്കളെ പറ്റി ദൈവം എന്താ പറഞ്ഞ, നോവേന്റെ നോവ ദൈവത്തെ അനുസരിച്ചല്ലോ. അപ്പൊ റൈച്ചസ് ആയിട്ടെന്നുള്ള കാര്യം നോവയുടെ മക്കളെ പറ്റി പറഞ്ഞിട്ടില്ലല്ലോ അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാല് നോവനെ പറ്റിയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. റൈച്ചസ് ആയിട്ടുള്ള ആളാണ് നോവ എന്നുള്ള കാര്യം നോവനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നോവനെ പെട്ടകത്തിലേക്ക് ദൈവം അനുവദിച്ച പോലെ ഇപ്പൊ നോവയുടെ മക്കളെ, കുടുംബത്തെ അനുവദിക്കുക ചെയ്തിരിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയാകുമ്പോ ശരിക്കും പറഞ്ഞാൽ ആ സമയം നമ്മൾ ഒന്ന് വിചാരിച്ചു നോക്കുക, കോടാനുകോടി വരുന്ന മനുഷ്യരുടെ ഇടയിൽ വെച്ചിട്ട് ഒരൊറ്റ ആൾ മാത്രം ഉണ്ടായിരുന്നുള്ളൂ ശരിക്കും പറഞ്ഞ റൈച്ചസ് എന്ന് പറഞ്ഞു. പിന്നെ നോബന്റെ കുടുംബത്തിൽപ്പെട്ടവരും ഉണ്ടെന്ന് വിചാരിച്ചു അല്ലെ. അപ്പോ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അന്നത്തെ കാലത്ത്. അപ്പൊ ഇന്നിപ്പോ നമ്മൾ യേശുക്രിസ്തുവിന്റെ രക്തം കൊണ്ട് വാഷ് ചെയ്യപ്പെട്ട എല്ലാവരും തന്നെ റൈച്ചസ് ആയിട്ടുള്ള ആൾക്കാരാന്ന് പറഞ്ഞ പോലെ അങ്ങനത്തെ സിറ്റുവേഷൻ ആയിരുന്നില്ല അന്ന്. അപ്പൊ എബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയായിരിക്കണം നടന്നല്ലേ. ദൈവം എബ്രഹാമിന്റെ മനസ്സിലേക്ക് നോക്കുമ്പോൾ എബ്രഹാം ദൈവത്തെ വാഴ്ത്തുന്നു അല്ലെ. എബ്രഹാമിന് ദൈവത്തോട് താല്പര്യം, എബ്രഹാം ദൈവത്തെ അനുസരിക്കുന്നു. ബാക്കി ചുറ്റോടിയിട്ടുള്ളവര് എബ്രഹാമിന്റെ കുലത്തിൽപ്പെട്ടവരും അല്ല, എബ്രഹാമിന്റെ നാട്ടിൽപ്പെട്ടവരും ബാക്കിയുള്ള ഈ ലോകത്തുള്ളവരാരും തന്നെ ഒരുപക്ഷെ ദൈവത്തെ എന്താ പറയാ അനുസരിക്കാനോ ദൈവത്തെ വാഴ്ത്താനോ ദൈവത്തിന്റെ ഒപ്പം ആയിരിക്കണം താല്പര്യപ്പെട്ട വ്യക്തികളായിരിക്കണമെന്നില്ല. ദൈവം ഒരിക്കലും ഒരാൾക്കും ദോഷമായിട്ടുള്ള ഒരു കാര്യം ചെയ്യത്തില്ല. ആരോടും ഒരു പക്ഷഭേദം കാണിക്കത്തില്ല. പക്ഷപാതമില്ലാത്ത ഒരാൾ ഉണ്ടെങ്കിൽ ദൈവം മാത്രമേ ഉള്ളല്ല. ബാക്കി എല്ലാവർക്കും, നമുക്കും എല്ലാവർക്കും ഒക്കെ തന്നെ സകല വിധത്തിലുള്ള പക്ഷഭേദമൊക്കെ ഉള്ള വ്യക്തികളാണ് തന്നെയാണ് അല്ല. അപ്പൊ നമുക്ക് പറയാൻ പറ്റത്തില്ല എനിക്ക് അങ്ങനെയൊന്നുമില്ല, നമ്മളൊരു നീറ്റാണെന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മുടെ ഉള്ളിലുള്ള കാര്യം സാഹചര്യം വരുമ്പോൾ മാത്രമേ പുറത്തു വരത്തുള്ളൂ അല്ലെ. സാഹചര്യം അനുസരിച്ച് നമ്മൾ മാറുന്ന വ്യക്തികളാണ് മനുഷ്യര്. പക്ഷെ ദൈവം അങ്ങനെയല്ല, ദൈവത്തിന് മാത്രമേ പക്ഷഭേദം ഇല്ലാതിരിക്കത്തുള്ളൂ. പക്ഷെ ഇവിടെ ഞാൻ എന്താ പറയാൻ ഉദ്ദേശിക്കുന്ന വെച്ച് കഴിഞ്ഞാല്, ദൈവം യഹോവ എന്താ പറയുക തന്റെ വിശുദ്ധ ജനമാക്കുന്നതിന് വേണ്ടി ഇസ്രായേൽ മക്കളെ തിരഞ്ഞെടുത്തിരിക്കുന്നു പറഞ്ഞു. ഇവിടെ 7ാമത്തെ വാക്കില് ഇതാ മോസസ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ സംഖ്യയിൽ സകല ജാതികളെക്കാളും പെരുപ്പമുള്ളവരായതുകൊണ്ടല്ല അല്ലെ. ദൈവം ഇസ്രായേൽ മക്കളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്, ഇസ്രായേൽ മക്കളെ കാര്യം അവരുടെ കാര്യം നമുക്കറിയാം, വളരെയധികം പാപത്തിലായിരുന്ന വ്യക്തികളാണ് അല്ലെ. ദൈവം കാണിച്ച, അപ്പൊ ദൈവം ചെയ്ത നന്മ അല്ലെ, അതിന്റെ നന്മേനെ മറന്നു കളഞ്ഞ വ്യക്തികളാണ് അവർ അല്ലെ. നമുക്ക് റെഡ് സീ പാർട്ട് ചെയ്തതിനു ശേഷം, റെഡ് സീ കൂടെ ഫറവോനെല്ലാം കൊന്നതിന് ശേഷം അവരെ ഇക്കരെ കരയിൽ എത്തിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അവര് വെള്ളമില്ല, വെള്ളം ശരിയല്ലെന്നുള്ള പേരില് അവര് എന്താ പറയണേ കടന്ന് ബഹളം ഉണ്ടാക്കിയ ആൾക്കാരാണ് ഒന്ന് വിചാരിച്ചോ അല്ലെ. അപ്പൊ ദൈവത്തെ പലപ്പോഴും മറന്നുപോയ വ്യക്തികളാണ് ഇസ്രായേലിലുള്ള മക്കൾ. പക്ഷെ എന്നിട്ടും മോസസ് ഇവിടെ പറയും, നിങ്ങൾ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു
നിങ്ങളെ കൊള്ളരുതാതിരിക ആയിട്ടാണെങ്കിൽ പോലും ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന്റെ അകമഴിഞ്ഞ സ്നേഹം അതല്ലേ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളെ യഹോവ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടും നിങ്ങളുടെ പിതാക്കന്മാരോട് താൻ ചെയ്ത സത്യം പാലിക്കുന്നത് കൊണ്ടും അത്ര യഹോവ നിങ്ങളെ ബലമുള്ള കയ്യാൽ പുറപ്പെടുവിച്ച് അടിമ വീടായ മിസ്രയീമിലെ രാജാവായ ഫറവോന്റെ കയ്യിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നു അല്ലെ. ദൈവത്തിന്റെ ആ ഒരിക്കൽ പോലും തീർന്നു പോകാത്ത സ്നേഹം അല്ലെ. ദൈവം തന്റെ സ്നേഹം പ്രകടിപ്പിച്ച് എങ്ങനെയാ വെച്ചാൽ ക്രോസ് ഓഫ് കാൽവറി മരിച്ചുകൊണ്ടാണ്. അപ്പൊ ചോദിക്കും, ഇത് ഈ സമയത്തൊന്നും ക്രോസ് ഓഫ് കാൽവറി ദൈവം യേശുക്രിസ്തു മരിച്ചിട്ടില്ലല്ലോ. ഒരു കാര്യം മനസ്സിലാക്കുക, യേശുക്രിസ്തു അല്ല ഇങ്ങനെയല്ല പറഞ്ഞത്, എന്താ പറയാ, യേശുക്രിസ്തു ക്രൂശിതനാക്കപ്പെട്ടിരുന്നു ലോകത്തെ സ്ഥാപിക്കുന്നതിന് മുമ്പേ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയാകുമ്പം ദൈവത്തിന്റെ ആ ഒരിക്കൽ പോലും അടങ്ങാത്ത സ്നേഹം ദൈവം ഇവിടെ പ്രകടിപ്പിക്കുകയാണ് ഈ വ്യക്തികളോട് അല്ലെ. മോശക്കാരായിരുന്നിട്ട് പോലും അല്ലെ, ദൈവത്തിന് അവരോടുള്ള സ്നേഹം, പിന്നെ ദൈവത്തിന്റെ എന്താ പറയാ ആ ഒരു കവനന്റ് അല്ലെ, ദൈവം അവരോട് എബ്രഹാമിനോടും ഐസക്കിനോടും ജേക്കബിനോടും ചെയ്തിരിക്കുന്ന സത്യം അത് നിവർത്തിയാക്കുന്നതിനു വേണ്ടി ദൈവം ഒരിക്കൽ പോലും ഇവരെ എന്താ പറയുക ഉപേക്ഷിച്ച് കളയാൻ സമ്മതിക്കുന്നില്ല അല്ലെ. അപ്പൊ ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റും എങ്ങനെയാന്ന് വെച്ചാൽ ഇത് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിന്റെ മക്കളെ പറ്റിയല്ലേ. നമ്മുടെ കാര്യം എങ്ങനെയൊന്നുമില്ല, നമ്മൾ വളരെ നീറ്റായിട്ടുള്ള ആൾക്കാരായിരുന്നല്ലോ അല്ലെ. അപ്പൊ അതുകൊണ്ടായിരിക്കുമല്ലോ നമ്മളെല്ലാരും യേശു നമ്മളെ തേടി എത്തിയത് അല്ലെ, ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മളെ തേടി എത്തി നമ്മളെ രക്ഷപ്പെടുത്തിയത് അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ ആരെങ്കിലൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എഫേസ്യർക്ക് ലേഖനത്തിൽ പോകും. ഇപ്പൊ ഞാൻ വായിച്ച ആവർത്തന പുസ്തകം പറഞ്ഞ ഓൾഡ് ടെസ്റ്റ്മെന്റിൽ പെട്ട കാര്യമാണ്. അപ്പൊ നമുക്ക് എഫേസ്യരിലെ 2ാമത്തെ ചാപ്റ്ററിലേക്ക് പോകും. അപ്പൊ അത് ന്യൂ ടെസ്റ്റ്മെന്റ് ആണല്ലോ. അപ്പൊ നമ്മളെ സ്വഭാവം എങ്ങനെയായിരുന്നുള്ള കാര്യം ഇവിടെ പോൾ വഴി ദൈവം പറയുന്നുണ്ട്. 2ാമത്തെ ചാപ്റ്ററിന്റെ എഫേസ്യർക്ക് ലേഖനത്തിൽ 2ാമത്തെ ചാപ്റ്ററിന്റെ 1 തൊട്ട് 9 വരെയുള്ള വാക്കുകൾ നമുക്ക് പെട്ടെന്നൊന്ന് വായിക്കാം. അപ്പൊ നമ്മള് ഇപ്പോഴത്തെ ജനറേഷൻ അല്ലെ, യേശുക്രിസ്തുവിന്റെ മരണത്തിന് ശേഷമുള്ള ആൾക്കാർ എങ്ങനെയുള്ള ആൾക്കാരാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇങ്ങനെ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നിങ്ങളെ. അപ്പൊ നമ്മള് അതിക്രമങ്ങളും പാപങ്ങളാലും മരിച്ചവരായിരുന്നു അല്ലെ. അപ്പൊ ഇസ്രായേൽ മക്കള് ആയിരുന്നെങ്കിൽ അവരെയും ദൈവം തന്റെ സ്നേഹം കൊണ്ടാണ് വീണ്ടെടുത്തതെങ്കിൽ ഇവിടെ നമ്മളുടെ സിറ്റുവേഷൻ ഒക്കെ അതൊക്കെ തന്നെയായിരുന്നു അല്ലെ. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നമ്മൾ എന്നാണ് വചനം പറയുന്നത്. വചനം ഒരിക്കൽ പോലും കള്ളം പറയത്തില്ല. ദൈവം ഹോളി സ്പിരിറ്റ് ഒരിക്കൽ പോലും കള്ളത്തരം പറയത്തില്ല. നമ്മളുടെ എന്താ പറയാ വിചാരത്തിൽ നമ്മൾ വിചാരിക്കും, നമ്മൾ ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും അല്ലെന്നേ. അയലൊക്കത്ത് താമസിക്കുന്ന ആൾക്കാരൊക്കെ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം. എൻ്റെ ഓഫീസിലെ ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നോക്കണം. ഞാൻ അങ്ങനത്തെ വ്യക്തിയൊന്നുമല്ല, ഞാൻ നല്ലതാ. പക്ഷെ ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊക്കെ നമ്മുടെ ഒപ്പീനിയനാ, നമ്മളെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ മാത്രം നമ്മൾ നല്ലതാന്നുള്ളൂ. പക്ഷെ ഇവിടെ ദൈവം പറഞ്ഞിരിക്കുന്നത് ഇതെങ്ങനെയൊന്നുമല്ല കാര്യം. നിങ്ങൾ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു അല്ലെ. മരിച്ചവരായിരുന്നു നമ്മുടെ ആത്മാവ് മരിച്ച ആത്മാവായിരുന്നു. പക്ഷെ ദൈവം എന്താ ചെയ്തു നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിൽ നിന്നും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു എന്ന് വെച്ച് കഴിഞ്ഞാല്, അവയിൽ നിങ്ങൾ മുമ്പ് ഈ ലോകത്തിലെ കാലഗതിയായി ലോകത്തിനനുസരിച്ച് ലോകത്തുള്ള മനുഷ്യർ എന്ത് ചെയ്യുന്നു അതുപോലെ അതനുസരിച്ച് നടന്നുകൊണ്ടിരുന്ന അവരെ പോലെ തന്നെ അല്ലെ മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു അതുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവർ കുറ്റവും കുറയും പറയുമ്പോൾ നമ്മളും അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. മറ്റുള്ളവർ ഗോസിപ്പ് പറയുമ്പോൾ അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നു അല്ലെ. മറ്റുള്ളവരെ നാട്ടിലുള്ള ആൾക്കാരും മറ്റുള്ളവരെ കളിയാക്കുമ്പോൾ നമ്മൾ അതും ഒക്കെ ചെയ്തുകൊണ്ട് അങ്ങനെയൊക്കെ നമ്മൾ മറ്റുള്ളവരെ പോലെ തന്നെ അവരോടൊപ്പത്തിനൊപ്പം നിന്നുകൊണ്ടിരുന്ന വ്യക്തികളായിരുന്നു എന്ന് ചുരുക്കം. ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപിക്കുന്ന ആത്മാവിനും അധിപതിയായവനെ അനുസരിച്ചുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകാശത്തിന്റെ അധിപതിയും അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപിക്കുന്ന ആത്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപിക്കുന്ന ആത്മാവ് അതാരാ? പിശാച് അല്ലെ. ആ പിശാചിന്റെ അവന്റെ ആധിപത്യത്തിനനുസരിച്ച് ജീവിച്ചിരുന്നവരെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ജഡത്തിന്റെ സ്വഭാവത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മള് പിശാചിന്റെ അടിമകളായിരുന്നു എന്ന് ചുരുക്കം അല്ലെ. ഇപ്പോഴത്തെ എല്ലാ കാലത്തെ ലോകം അങ്ങനെ തന്നെയാണല്ലോ, പിശാചിന്റെ അടിമകളായിട്ട് ജീവിക്കുന്ന വ്യക്തികൾ. അപ്പൊ നമ്മളും അവരില് പെട്ട വ്യക്തികളായിരുന്നു. നമ്മൾ മരിച്ചവരായിരുന്നു. പാപത്തിലും അക്രമത്തിലും അതിക്രമത്തിലും നമ്മള് മരിച്ച വ്യക്തികളായിരുന്നു അല്ലെ. 3ാമത്തെ വാക്യം പറഞ്ഞിരിക്കുന്നത് അവരുടെ ഇടയിൽ നാം ഞാൻ ഇപ്പൊ വായിക്കുന്ന എഫേസ്യർക്ക് ലേഖനത്തിൽ 2ാമത്തെ ചാപ്റ്ററിന്റെ 1 തൊട്ട് 9 വരെയുള്ള വാക്കുകളാണ്. അപ്പൊ 3ാമത്തെ വാക്യം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നും ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ടും മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളും ആയിരുന്നു. നമ്മൾ ദൈവത്തിന്റെ കോപത്തിന് ഇര
വ്യക്തികളായിരുന്നു. കാരണം നമ്മള് ജീവിച്ചു പോന്നിട്ട് നമ്മുടെ ജഡത്തിന്റെ മോഹത്തിനെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി അല്ലെ, നമ്മുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ അല്ലെ, നമ്മുടെ മനോവികാരങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ, നമ്മുടെ ജഡത്തിന്റെ മോഹങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ അല്ലെ, പിശാചിന്റെ താളത്തിനൊത്ത് നമ്മൾ പോലും അറിയാതെ നമ്മൾ തുള്ളിക്കൊണ്ടിരുന്ന വ്യക്തികൾ, ലോകത്തിന്റെ രീതി അനുസരിച്ച് ജീവിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ മരിച്ചവരായിരുന്നു. അങ്ങനെയുള്ള വ്യക്തികളെ പറ്റി ദൈവം പറയുന്ന വാക്കാണ് മരിച്ചവരെന്നുള്ളത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരായിരുന്നു നമ്മൾ. ഇസ്രായേൽ മക്കൾ എങ്ങനെയായിരുന്നു അല്ലെ, ദൈവത്തിന്റെ സ്നേഹം അവരെ തേടിയെത്തിയപ്പോൾ ദൈവം തന്റെ ഒരിക്കൽ പോലും തീർന്നു പോകാത്ത സ്നേഹം കൊണ്ട് അല്ലെ, ഇവരെത്രമാത്രം മോശപ്പെട്ട വ്യക്തികളാണെങ്കിൽ പോലും അവരെ വീണ്ടെടുത്ത പോലെ അല്ലെ, നമ്മളെയും ദൈവം തേടിയെത്തി തന്റെ കരുണയാല്, തന്റെ സ്നേഹം. നാലാമത്തെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, കരുണാസമ്പന്നായ ദൈവമോ തന്റെ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടി ജീവിപ്പിക്കുകയും കൃപയാലത്ര നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരുംകാലങ്ങൾ കാണിക്കേണ്ടതിന് ക്രിസ്തു യേശുവിൽ അവനോടുകൂടി ഉയർത്തെഴുന്നേൽപ്പിച്ചു സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവൃത്തികളും കാരണമല്ല. അപ്പൊ ഒരു പ്രവൃത്തികൾ കൊണ്ട് നമ്മൾ ചെയ്തിരിക്കുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ തോന്നിയാസത്തിന് ജീവിച്ചു എന്നുള്ളൊരു പ്രവൃത്തി മാത്രമാണ് നമ്മൾ അല്ലെ. നമ്മളെ തേടിയെത്തിയ സ്നേഹമാണ് യേശു ക്രിസ്തുവിന്റെ സ്നേഹം. നമ്മള് പാപികളായിരുന്നപ്പോ, ഒന്നിനും കൊള്ളാത്തവരായിരുന്നപ്പോ, പാപത്തിന്റെ ചേറ്റുകുഴിയിലായിരുന്നപ്പോ, ആത്മാവ് മരിച്ച വ്യക്തികളായിരുന്നപ്പോ, തന്നെ തന്നെ ഒന്നും അല്ലാതാക്കിക്കൊണ്ട് യേശു ക്രിസ്തു ലോകത്തിലേക്ക് മനുഷ്യന്റെ രൂപത്തിൽ ഒരു ബോൺ സെർവന്റ് ആയിട്ട് ഇവിടെ വരികയും മനുഷ്യരുടെ ഇടയിൽ താമസിക്കുകയും മനുഷ്യരായ ആട്ടിൻതുപ്പ് മേയ്ക്കുകയും മനുഷ്യരുടെ കയ്യിൽ നിന്ന് അടികൊള്ളുകയും അല്ലെ മനുഷ്യരാൽ കൊല്ലപ്പെടുകയും ചെയ്യും നമ്മൾക്ക് വേണ്ടി ഒന്ന് ഉയർത്തെഴുന്നേറ്റ് ഇരിക്കുകയാണ്. അപ്പൊ ആ ഒരു രക്തം കൊണ്ടാണ് ഇന്ന് നമ്മൾക്ക് വീണ്ടെടുപ്പ് ഉണ്ടായിരിക്കുന്നത് അല്ലെ. ഇസ്രായേൽ മക്കളിനോട് മോസസ് പറയുന്നത് ഒരിക്കൽ പോലും മറന്നു പോകാതിരിക്കുക അല്ലെ, ഒരിക്കൽ പോലും മറന്നു പോകാതിരിക്കുക. ഇപ്പൊ നമുക്കറിയാം ആവർത്തന പുസ്തകത്തിലേക്ക് പിന്നെയും ഇങ്ങനെ 6ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ അല്ലെ, ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, മോസസ് തന്നെ ഇവരോട് ഇസ്രായേൽ മക്കളോട് പറഞ്ഞിരിക്കുക എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ദൈവം നിങ്ങൾക്ക് വാഗ്ദാനമായി തന്നിരിക്കുന്ന ആ ഭൂമിയിലേക്ക് നിങ്ങൾ ചെല്ലുമ്പോൾ അല്ലെ, ദൈവം നിങ്ങൾ കൊണ്ടുപോകുക തന്നെ ചെയ്യും. ദൈവത്തിന്റെ വാഗ്ദാനമാണ്. എബ്രഹാമിനോട്, ഐസക്കിനോട്, യാക്കോബിനോടും ദൈവം വെച്ചിരിക്കുന്ന വാഗ്ദാനമാണ്. ആ വാഗ്ദത്തത്തിൽ നിന്ന് ഒരിക്കൽ പോലും അല്ലെ, തങ്ങളോട് ചെയ്തിരിക്കുന്ന സത്യത്തിൽ നിന്ന് ഒരിക്കൽ പോലും ദൈവം മാറത്തില്ല അല്ലെ. അങ്ങനെ മാറാതിരിക്കാൻ ദൈവം നിങ്ങളെ കനാനിലേക്ക് കൊണ്ടുപോകുക തന്നെ ചെയ്യും. അങ്ങനെയാകുമ്പോ അവിടെ ചെന്ന് കഴിയുമ്പോൾ നിങ്ങള് സമ്പാദിക്കാത്ത സമ്പത്ത് നിങ്ങൾക്ക് കിട്ടുമ്പോൾ, 6ാമത്തെ ചാപ്റ്റർ ആവർത്തന പുസ്തകത്തിന്റെ 6ാമത്തെ ചാപ്റ്ററിന്റെ 6 തൊട്ട് 19 വരെയുള്ള വാക്കുകളൊന്ന് വായിക്കണമെന്ന് തന്നെ അപേക്ഷിക്കുന്നു. അപ്പൊ ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾ അധ്വാനിക്കാതെ കിട്ടുന്ന സമ്പത്ത് നിങ്ങളുടെ വരുമ്പോൾ അല്ലെ, നിങ്ങൾ പണിയാത്ത വീട് നിങ്ങൾക്ക് കിട്ടാൻ പോവുകയാണ്, നിങ്ങൾ കുഴിക്കാത്ത കിണർ നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾ കല്ല് കെട്ടി ഉണ്ടാക്കാതെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിരിക്കുന്ന എന്താ പറയുക വോളുകളൊക്കെ കിട്ടാൻ പോവാ, നിങ്ങൾക്ക് എന്താ പറയാ സിറ്റികളൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ, നിങ്ങൾക്ക് എല്ലാം ഫ്രീ ആയിട്ട് കിട്ടാൻ പോവാ അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടംപോലെ തിന്നാനും കുടിക്കാനുള്ള കാര്യങ്ങൾ കിട്ടാൻ പോവാ. അപ്പൊ അതെല്ലാം തിന്നുകയും കുടിക്കുകയും എല്ലാം ചെയ്തതിന് ശേഷം അല്ലെ, തന്നവനെ മറന്നു പോകരുത്. ഇതാരാണ് ഇതിനൊക്കെ പാത്രമാക്കിയത്, നിങ്ങൾക്ക് ഇതാരാണ് ഇതൊക്കെ തന്നതെന്നുള്ള കാര്യം അല്ലെ, അത് മറന്നു പോകുന്ന വ്യക്തികൾ ആകരുത് അല്ലെ. തേടിയെത്തിയതാണ് നമ്മളെ ദൈവം യേശു ക്രിസ്തു. നമ്മളെ എന്താ പറയുന്നത്, ഒന്നിനും അവകാശികളായിരുന്നില്ല. എന്താ പറയാ, പൗലോസിന് അല്ലെ, പോളിന് തീർച്ചയായിട്ടും അറിവുണ്ടായിരുന്നു അല്ലെ. പോൾ ഉറച്ചു വിശ്വസിച്ച ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, 1 തിമോത്തിയിലെ 1ാമത്തെ ചാപ്റ്ററിലെ 15ാമത്തെ വാക്കില് പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി. ആ പാപികളിലെ ഏറ്റവും തലമൂത്ത പാവി ഞാൻ, ഏറ്റവും എന്താ പറയാ ചീഫായിട്ട് നിൽക്കുന്ന പാവി ഞാൻ. അപ്പൊ ആ ഒരു അറിവ് പോളിനുണ്ടായിരുന്നു. താൻ എങ്ങനെയുള്ള വ്യക്തിയായിരുന്നുള്ള ഒരു അറിവ് പോളിനുണ്ടായിരുന്നു. ആ അറിവ് അനുസരിച്ച് മുമ്പോട്ട് നീങ്ങിയപ്പോ, ഞാൻ ഇന്ന വ്യക്തിയായിരുന്നു, പക്ഷെ എന്നെ തേടിയെത്തിയ ദൈവമാണ് അല്ലെ, എന്നെ തേടിയെത്തിയ സ്നേഹമാണ്. ഞാൻ എത്ര വലിയ അപ്പോസ്തലനായെന്ന് പറഞ്ഞാലും, ഞാൻ എത്ര വലിയ ആളായെന്ന് പറഞ്ഞാലും, ഞാൻ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചെന്ന് പറഞ്ഞാലും അല്ലെ, ഞാൻ പിശാചിനെ കാസ്റ്റ് ഔട്ട് ചെയ്യുമെന്ന് പറഞ്ഞാലും, എന്റെ നാമം അല്ലെ സ്വർഗത്തിൽ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ, ഞാൻ ആരായെന്ന് പറഞ്ഞാലും, എന്നെ തേടിയെത്തിയവനും ഞാൻ മറക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളൊരു കാര്യം പോളിന് കൃത്യമായിട്ട് അറിയാമായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു മനസ്സ് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ദൈവം പോളിനെ പോലുള്ള ആൾക്കാരെയൊക്കെ ഉപയോഗിച്ചത്. അപ്പൊ അങ്ങനെ തന്നെ ആകട്ടെ നമ്മൾ അല്ലെ. നമുക്കറിയാം സങ്കീർത്തനം 103 പോകുമ്പോ 1 തൊട്ട്
എന്താ 5 വരെയുള്ള വാക്കുകളും വളരെ മനോഹരമായിട്ടുള്ള വാക്കുകൾ. അത് ഡേവിഡ് എഴുതിയിരിക്കുന്ന, ഡേവിഡ് ദൈവത്തിന്റെ സ്നേഹം ഒരുപാട് നുകർന്ന ഒരു വ്യക്തിയാണ്. ദൈവത്തിന്റെ സ്നേഹം ഒരുപാട് അനുഭവിച്ച ഒരു വ്യക്തിയാണ്. താൻ പാപിയായി തീർന്നപ്പോൾ തന്റെ കയ്യിലിരിപ്പ് കൊണ്ട് ദൈവം കൊടുത്ത 10 കൽപ്പനകളിൽ 2 ഒക്കെ എന്താ പറയാ അത് ലംഘിച്ചുകൊണ്ട് പാപിയായി തീർന്നപ്പോ, പക്ഷെ അവിടെ നിന്നെല്ലാം തന്റെ ജീവനെ വീണ്ടെടുത്ത ദൈവം, അവിടെ നിന്നെല്ലാം തന്നെ രക്ഷപ്പെടുത്തിക്കൊണ്ടുവന്ന ദൈവം, അല്ലെ? ആ ദൈവത്തെ ഒരിക്കൽ പോലും മറന്നു പോകട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള സങ്കീർത്തനം 103 അതിന്റെ 1 തൊട്ട് 5 വരെയുള്ള വാക്കുകൾ പെട്ടെന്ന് വാക്യം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. അല്ലെ, നമ്മുടെ ദൈവം നമുക്ക് ചെയ്തു തന്നിരിക്കുന്ന ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ഇത്രയും നാളും നമുക്ക് വേണ്ടി ജീവിച്ച ദൈവം, ഇനിയും നമുക്ക് വേണ്ടി ജീവിക്കുന്ന ദൈവം ഒരിക്കൽ പോലും മറന്നു പോകരുത്. 3ാമത്തെ വാക്കോട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: അവൻ നിന്റെ അകൃത്യം ഒക്കെ മോചിപ്പിക്കുന്നു. ഇവിടെ പ്രസന്റ് ടെൻസിൽ എഴുതിയിരിക്കുന്നത്, അല്ലെ? അവൻ നിന്റെ അകൃത്യങ്ങളിൽ മോചിപ്പിച്ച് തന്നു. നേരത്തെ പാസ്റ്റ് ടെൻസിൽ നേരത്തെ നടന്ന കാര്യത്തെ പറ്റിയല്ല പറഞ്ഞത്, ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്: അവൻ നിന്റെ അകൃത്യം ഒക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. അല്ലെ, അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരത്തക്കവണ്ണം അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. ഇന്ന് നടക്കുന്ന കാര്യത്തെപ്പറ്റി പറയുന്നത്, എന്നോ ദൈവം ചെയ്തതിനെ പറ്റിയല്ല പറയുന്നത്. ഇന്നും നിനക്ക് തൃപ്തി വരത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ നിനക്ക് ദൈവം തരും. നിനക്ക് ഭക്ഷണത്തിന് ഭക്ഷണം, വസ്ത്രത്തിന് വസ്ത്രം, നിനക്ക് അസുഖം വരുമ്പോൾ അസുഖത്തിൽ നിന്നുള്ള മോചനം, അല്ല, നിന്റെ ജീവിതത്തിന് രക്ഷപ്പെടുത്തുന്നത്, അതെല്ലാം ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവം. അവനെ മറക്കാതിരിക്കുക. 2025 നമുക്ക് യേശു ക്രിസ്തുവിനെ മറക്കാതിരിക്കും. നമ്മൾ എത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ടവരാണെന്ന് പറഞ്ഞാലും സകല അനുഗ്രഹം ദൈവത്തിൽ നിന്ന് തന്നെയാണ് വരുന്നത്, അല്ലെ? ഒരിക്കൽ പോലും മറക്കാതിരിക്കുക. അവതരണ പുസ്തകം 8 പോകുമ്പോൾ ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. നേരത്തെ 6 എഴുതിയിരിക്കുന്ന പോലെ, അവതരണ പുസ്തകത്തിന്റെ 6 എഴുതിയിരിക്കുന്ന പോലെ തന്നെ പറഞ്ഞിരിക്കുക, അവിടെ ദൈവത്തെ ഒരിക്കൽ പോലും മറക്കാത്തവരായിരിക്കുക. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മളോട് എന്താ പറയുക, നമ്മളോട് ദൈവം പറയുക, ദൈവത്തെ മറക്കാതിരിക്കുന്ന വ്യക്തികളാകട്ടെ. ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് ദൈവത്തിന് ഇഷ്ടമുള്ള രീതിയിൽ ഒരു ജീവൻ ജീവിക്കുന്നവരായിരിക്കട്ടെ. അവതരണ പുസ്തകത്തിന്റെ 6ന്റെ 18, 19 ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്: നിനക്ക് നന്നായിരിക്കേണ്ടതിന് യഹോവ നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത് നല്ല ദേശത്തേക്ക് നീ ചെന്നു കൈവശമാക്കേണ്ടതിന് യഹോവ അരുളി ചെയ്യുന്നത് പോലെ നിന്റെ സകല ശത്രുക്കളെയും നിന്റെ മുന്നിൽ നിന്ന് ഓടിച്ചു കളയേണ്ടതിന് നീ യഹോവയുടെ മുമ്പാകെ ന്യായവും ഹിതവുമായുള്ളത് ചെയ്യണം. അല്ലെ, ഇപ്പൊ ദൈവത്തിന് മുമ്പിൽ ന്യായവും ഹിതവുമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട്, അല്ലെ, ശത്രു നമ്മുടെ മുമ്പിൽ നിന്ന് പോകുന്നതിന് വേണ്ടി, അല്ലെ, ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം കനാനിലുള്ള ആ രാജ്യത്തുള്ള ആൾക്കാരായിരുന്നു ശത്രുക്കൾ എങ്കിൽ, അല്ലെ, 7 രാജ്യങ്ങളുണ്ടായിരുന്നു അവരെ ശത്രുക്കളായിട്ട്. പക്ഷെ അവരായിരുന്നു ശത്രുക്കൾ. നമ്മളെ സംബന്ധിച്ചിടത്തോളം പിശാചിന് ശത്രു, അല്ലെ? അവൻ നമ്മളെ വഴി നിന്ന് മാറിപ്പോകുന്നതിന് വേണ്ടി എന്താ ചെയ്യണം? നമ്മുടെ പിതാവിനെ, നമ്മുടെ ദൈവത്തെ സ്നേഹിക്കുക, അല്ലെ? ദൈവത്തിലേക്ക് സബ്മിറ്റ് ചെയ്യുക, പിന്നെ റെസിസ്റ്റ് ദ ഡെവിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെ? ദൈവത്തിന്റെ കയ്യിലേക്ക് നമ്മുടെ ജീവിതത്തെ സബ്മിറ്റ് ചെയ്തുകൊണ്ട് പിന്നെ പിശാചിനെ നമ്മൾ റെസിസ്റ്റ് ചെയ്യുമ്പോൾ, അല്ലെ, അവനെതിരായിട്ട് നിൽക്കുമ്പോൾ, അല്ലെ, എന്ത് പറ്റും? പിശാച് ഓടിപ്പോവുക തന്നെ ചെയ്യും. അപ്പൊ നമ്മൾക്ക് മുമ്പിലുള്ള ജീവിതം നമ്മുടെ ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട്, വെറുതെ വാഴ്ത്തുന്നു എന്ന് പറയുമ്പോൾ വാ കൊണ്ട് വാഴ്ത്താതെ അവൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യും, അല്ലെ? വചനം തന്നിരിക്കുന്നത് വചനം അനുസരിച്ച് ജീവിക്കുന്നതിന് വേണ്ടിയാണ്, അല്ല വെറുതെ വായിക്കുന്നതിന് വേണ്ടിയല്ല. നമുക്ക് ബൈബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ദൈവം തന്നിരിക്കുന്ന വചനം, അത് നമ്മുടെ ജീവിതത്തിന്റെ നിയമങ്ങളാണ്, അല്ലെ? ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ വചനം ദൈവം തന്നിരിക്കുന്നത്, അത് ദൈവം നമ്മുടെ ജീവിതത്തിന് തന്നിരിക്കുന്ന നിയമങ്ങളാണ്, അല്ലെ? ആ നിയമം അനുസരിച്ചായിരിക്കണം നമ്മുടെ ജീവിതം. അവനെ മറക്കാതിരിക്കുക, അല്ലെ? ദൈവം ഇങ്ങനെയല്ല പറഞ്ഞിരിക്കുന്ന 1 ജോണിലൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യം എങ്ങനെയാ? നമ്മൾ ദൈവത്തെ അറിയുന്നവരാണെന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? നമ്മൾ ദൈവത്തെ അറിയുന്നവരാണെന്ന് ദൈവത്തിന്റെ വചനം നമ്മൾ പ്രാവർത്തികമാക്കുക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അവന്റെ കമാൻഡ്മെന്റ്സ് അനുസരിച്ച് നമ്മൾ നടക്കുമ്പോൾ,
അല്ലെ? അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളായിരിക്കും ഒരു കാലത്തെന്ന് വെച്ചാലും യേശുവിനെ മറന്നുകൊണ്ടുള്ള ഒരു പരിപാടിക്കും പോകാതിരിക്കുക. എത്രമാത്രം പണമുണ്ടായെന്ന് പറഞ്ഞാലും, എത്രമാത്രം നന്മകൾ നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞാലും, അല്ലെ? നമ്മൾ എത്ര ഉയരത്തിലെത്തിയെന്ന് പറഞ്ഞാലും, നമ്മൾ ഉയരത്തിലെത്തിയവനെ എത്തിച്ചവനെ അല്ലെ മറക്കാതിരിക്കുക. അത് എന്നും മനസ്സിൽ കുറിച്ചു വെക്കുക, അല്ലെ? ഒരിക്കൽ പോലും മറക്കാതിരിക്കുക. യേശു ക്രിസ്തുവിനെ ഒരിക്കൽ പോലും മറക്കാതിരിക്കുക. അവന്റെ നാമത്തിന് ഗ്ലോറി കിട്ടേണ്ട കാര്യത്തിന് അവന്റെ നാമത്തിന് തന്നെ ഗ്ലോറി കൊടുക്കുക. നമ്മുടെ നാമത്തിന് ഗ്ലോറി കിട്ടത്തക്ക കാര്യം ഒരു കാര്യം ചെയ്യാതിരിക്കുക, അല്ലെ? നമ്മുടെ നാമം, നമ്മുടെ പേരിന് മഹത്വം ഉണ്ടാകുന്ന ഒരു രീതി, ഒരു കാര്യം ചെയ്യാതിരിക്കുക. അവന്റെ നാമത്തിന്, അവന്റെ പേരിന് മഹിമ കിട്ടത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ചെയ്യുക. ജീവിതത്തിന്റെ അവസാന ശ്വാസത്തിൽ അവനെ മാത്രം സ്നേഹിക്കുക. അത് മാത്രമായിട്ട് നമ്മുടെ ജീവിതം, അല്ലെ? അങ്ങനെയുള്ള വ്യക്തികൾ വിക്ടോറിയസ് ആയിരിക്കും. അല്ലാത്ത വ്യക്തികൾ നമുക്കാർക്കും ഒരു പിടുത്തമില്ല അവരെന്തായി തീരും എന്നുള്ള കാര്യത്തിൽ, അല്ലെ? അപ്പൊ അതാണ് എനിക്കിന്ന് പറയാനുള്ളത്. നമ്മുടെ ദൈവത്തെ നമുക്ക് വാഴ്ത്താം, നമ്മുടെ ദൈവത്തെ നമുക്ക് വാഴ്ത്താം. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചു നിർത്താം. കർത്താവേ, സമയത്ത് നന്ദി പറയുന്നു. മൈറ്റി ഗോഡ്, ഐ താങ്ക് യു ആൻഡ് പ്രൈസ് യു മസ്റ്റ് ഗോഡ്. കർത്താവ്, ഞങ്ങളെ ഇന്ന് കർത്താവ് കൂടി വരാൻ വേണ്ടി കൃപ തന്നതിനായിട്ട് നന്ദി പറയുന്നു. കർത്താവ്, അങ്ങയുടെ വചനത്തായിട്ട് നന്ദി പറയുന്നു. അങ്ങയുടെ കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. ഞങ്ങളുടെ കൂടെ എന്നുള്ളതിനായിട്ട് നന്ദി പറയുന്നു. അങ്ങയുടെ വചനം കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിന്റെ ലോ ആണ് കർത്താവ്, അനുസരിച്ച് ഞങ്ങൾ ജീവിക്കണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരിക്കൽ പോലും മറന്നുപോകാൻ ഇടവരുത്തായിരിക്കട്ടെ. എത്രമാത്രം ഉയർത്തി വന്നു പറ്റിയെന്ന് പറഞ്ഞാലും കർത്താവിലോട്ട് പറഞ്ഞു ഞങ്ങൾ എന്നും അങ്ങേനെ വാഴ്ത്തുന്നവരായിക്കട്ടെ. ഹൃദയം മൊത്തം കർത്താവ് അങ്ങയോടുള്ള സ്നേഹം കൊണ്ട് നിറയ്ക്കട്ടെ. കർത്താവ് ഈ കർത്താവ് ഈ ന്യൂ ഇയറിൽ കർത്താവ് ഒരു വർഷം കൊണ്ട് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന സമയത്ത് കർത്താവെ അങ്ങോട്ടുള്ള സ്നേഹം കൊണ്ട് നിറയ്ക്കട്ടെ. യേശുനാമത്തിൽ ആമേൻ. താങ്ക് യു ജീസസ്. യേശുനാമത്തിൽ ആമേൻ. ഇത് കേട്ടെന്ന് ദൈവത്തിന്റെ നാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ.